കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തടമ്പാട്ട് താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജയ, പുഷ്പലളിത എന്നിവരെയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് ശ്വാസം മുട്ടിയതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇവരുടെ സഹോദരൻ പ്രമോദിനെ കാണാനില്ല. പ്രമോദാണ് സഹോദരിമാർ മരിച്ചെന്ന് രാവിലെ അറിയിച്ചത്. ഇയാൾക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, പോലീസിന്റെ നിഗമനങ്ങൾ എന്താണ്? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുവരുടെയും മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ ശ്രീജയെയും പുഷ്പലളിതയെയും ഇന്ന് രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഒപ്പം തന്നെ താമസിക്കുന്ന ഇളയ സഹോദരനായ പ്രമോദാണ് ബന്ധുക്കളെ ഈ വിവരം വിളിച്ചറിയിക്കുന്നത്. ഉടൻ തന്നെ ബന്ധുക്കൾ ഇവിടെ എത്തി നോക്കിയ സമയത്ത് 2 മുറികളിലായാണ് ഈ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ പ്രമോദിനെ ഇവിടെയൊന്നും കാണാൻ സാധിച്ചില്ല. ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയതുമില്ല. പിന്നീട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് 2 പേരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ വിവരമോ ഒന്നും തന്നെ പോലീസ് ഇപ്പോഴും നൽകിയിട്ടില്ല. നിലവിൽ പ്രമോദിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളുടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കോഴിക്കോട് ഫറോക്കിലാണ് ഇയാളുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രമോദിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിന്റെ ഒരു ചുരുളഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സഹോദരിമാരോ പ്രമോദവുമായി തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇവർ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ സഹോദരിമാർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അയൽവാസികൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രമോദിനെ ലഭിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഈ കേസിൽ ഇപ്പോൾ നടക്കുന്നത്. യെസ്, കോഴിക്കോട്ടെ സഹോദരിമാരുടെ മരണം അത് കൊലപാതകമെന്നിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന കണ്ടെത്തലുള്ളത്. ഇരുവരുടെയും സഹോദരനായ പ്രമോദിനായി ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.